സോ വി ആർ ഇൻ ദ ലാസ്റ്റ് ഡേ ഓഫ് ദ കോഫങ്കാൻ. ഇന്ന് നമ്മൾ കോഫങ്കാനിൽ നിന്നും ബാങ്കോക്കിലേക്കുള്ള യാത്രയാണ്. സോ അതിനു മുമ്പ് ചെക്കൗട്ടിനൊക്കെ മുമ്പ് നമ്മളെല്ലാം റെഡിയായിട്ട് ബ്രഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണ്. ഉണ്ടെന്നാ പറഞ്ഞത്. വെജിറ്റേറിയൻ ഫ്രൈഡ് റൈസ് ആദ്യം തന്നെ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോഴും ചിക്കന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ്. സമയം 2:15 2:20 ഇവിടുത്തെ 2:15, നാട്ടിലെ 12:50. ഈവനിങ് സ്നാക്സ് എല്ലാം മേടിച്ചുകൊണ്ട് അങ്ങനെ നമ്മളെ പിക്കപ്പ് ചെയ്യാനായിട്ടുള്ള വണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നു ബോട്ട് കയറാൻ. അങ്ങനെ ഞങ്ങൾ കോഫങ്കാന് വിട പറഞ്ഞ് മുന്നോട്ട് നീങ്ങുകയാണ്. Lúc này Bangkok. Bangkok. Mua ship. Receipt. Cho bay này. English. ഡോൺസാക് പിയറിലേക്ക് നമ്മൾ ഫെറി എടുത്ത് പോവുകയാണ്. ആ ബോട്ടിൽ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ ബസ് കയറി നേരെ ബാങ്കോക്കിലേക്ക്. ഇന്ന് രാത്രി ബസ് കയറും, നാളെ രാവിലെ ബാങ്കോക്കിൽ. നമ്മൾ മുകളിലേക്ക് കയറാനുള്ള തീരുമാനമാണ്. ഇപ്പോൾ നേരെ നമ്മൾ ബാങ്കോക്കിലേക്ക് പോകാനുള്ള ബസ് കയറുകയാണ്. അപ്പോൾ നമുക്ക് ബസ്സിൽ നിന്ന് ജ്യൂസും കുക്കീസും കിട്ടും. കുക്കീസ് കഴിക്കാം. നമ്മൾ 7-ന്റെ വെളിയിൽ നിന്ന് മേടിച്ച ബാക്കി സാധനങ്ങൾ നമ്മളിപ്പോൾ കഴിക്കുകയാണ്. ഞങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു സ്റ്റോപ്പിൽ ഡിന്നറുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ടിക്കറ്റിൽ ഡിന്നറും ഇൻക്ലൂഡഡ് ആണെന്ന്. What is this? Chicken. Okay. കോരി ഇടുന്നേ. കൊള്ളാം. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് 11 കിലോമീറ്റർ ഉണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്. സെക്കൻഡ് റോഡ് എൻട്രൻസ് ടി ഉണ്ടല്ലേ സാർ? കപ്പഹാൻ കട്ടെ അതെന്തോ ദൂരെ കാണുന്നുണ്ടോ? അവിടെ ഇപ്പോൾ ആളോട് ചോദിക്കാം. Luggage bag. Yeah, okay. കൃഷ്ണ ഇംഗ്ലീഷൊക്കെ പഠിച്ചല്ലോ. ലഗേജ് ബാഗ് ഓക്കെ, ഇംഗ്ലീഷ് ഓക്കെ. ദിസ് കീപ് ഇൻ സൈഡ്. കാശുണ്ടല്ലോ അല്ലേ? I got 1,000 baht. Friend and India family. ഓക്കെ. Have you been to India? Never. But I have a friend, lot of Indian friend. You're from Bangkok only? Bangkok and Pattaya. Pattaya, okay. Yeah. നമ്മൾ രാവിലെ 9 മണിക്ക് തന്നെ ഇവിടെ ഹോട്ടലിലോട്ട് എത്തുകയാണ്. ചെക്കിൻ ടൈം ഉച്ചയ്ക്ക് 2 മണിയാണ്.
ബാഗ് ഇവിടെ വെച്ചിട്ട് പുറത്തോട്ട് പോകാൻ പറ്റുമോ നമുക്ക് നോക്കാം. ബാഗൊക്കെ ഇവിടെ വെച്ചു. നമ്മളെല്ലാവരും ഇവിടെ ഒരു ബില്ലൊക്കെ കിട്ടി നിൽപ്പുണ്ട്. 2 മണിക്ക് ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞുള്ളൂ രാവിലെ. അപ്പോൾ നമുക്ക് ഇത്ര നേരം തെണ്ടിത്തിരിയാം. ഇവിടെ ആണെങ്കിൽ ക്രീമി പരമേശ്വരൊക്കെ ഉണ്ട്. ചങ്ങലയിട്ട് സൈക്കിൾ ഓട്ടുന്നവരുണ്ട്. ചങ്ങലൊക്കെ ഇടാത്ത ഭ്രാന്തന്മാരുണ്ട്. എല്ലാം ഉണ്ട് ഇവിടെ. മെഗ്ഡി കണ്ടിട്ട് കയറാൻ പോവാണ്. വേറെ കടകളൊന്നും തുറന്നിട്ടില്ല. എല്ലാം 11 മണിക്ക് ശേഷമാണ്. ക്യാമറ വന്നപ്പോൾ അറിയാത്ത ഭാഗത്തിരിക്കുന്നത് ഇങ്ങനെയാണോ ക്യാൻഡിഡ് പിടിക്കുന്നത്? മൂന്ന് ഹാംബർഗറും ചിക്കനും വെജും അവിടെ. അപ്പോൾ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയാണ്. ഒരു ബർഗർ, ഒരു കാപ്പി, അത്രേ ഉള്ളൂ. അപ്പം ഒരുപാട് പേര് ഉറങ്ങുന്നുണ്ടോ? അത് ഇതൊരു നടന്നു പോകുമ്പോൾ ക്ഷീണം തോന്നുന്നവരൊക്കെ മെഗ്ഡിയിലൊക്കെ കയറി ഉറങ്ങുന്നതാണ്. പിന്നെ സമയം കളഞ്ഞിട്ട് അടുത്ത് തന്നെയുള്ള ഏതോ ഒരു മോളിൽ കയറി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി ഞങ്ങൾ. ഓപ്പോസിറ്റുള്ള ആ വഴിയാണ് നമ്മുടെ ഹോട്ടലിലോട്ടുള്ള വഴി. അപ്പോൾ നമ്മൾ അവിടെ കയറാതെ എന്തായാലും 2 മണിക്കല്ലേ ചെക്കിനുള്ളൂ. സോ അതുവരെ നമ്മൾ തിരിയാൻ വേണ്ടി നടക്കുവാണ്. എന്ത് മര്യാദയോടെ വൃത്തിയായിട്ടാണ് ഇവിടെ ഉള്ളൊരു വണ്ടി ഓടിച്ചു പോകുന്നത്. ലൈൻ ഡിസിപ്ലിനൊക്കെ കണ്ടിട്ട് കൊതിയാവുന്നു. ബാങ്കോക്കിൻ്റെ തെരുവുകളിലൂടെ അന്തവും കുന്തവും ഇല്ലാതെ, ഇൻ്റർനെറ്റ് പോലും ഇല്ലാതെ ഒരു രൂപത്തിൽ നടക്കുന്ന കുറച്ച് യുവാക്കൾ. നട്ടുച്ചയ്ക്ക് നല്ല ഒരു വെയിലത്ത് നമ്മൾ പ്ലാറ്റിനം മോൾ നോക്കാൻ പോവാണ്. അവിടെ എന്തൊക്കെയാണുള്ളത് നോക്കാൻ പോവാണ്. ബാങ്കോക്കിൽ വരുന്നവരൊക്കെ അത്യാവശ്യം ഷോപ്പിങ്ങിന് വേണ്ടി വരുന്ന വൺ ഓഫ് ദ പോപ്പുലർ മാർക്കറ്റാണ് ഇത്, പ്ലാറ്റിനം മോൾ. ഇവിടെ iPhone 17 Pro കിട്ടിയിരിക്കുകയാണ്. കണ്ടോ, 3 ഇഞ്ച് കണ്ട നീളം. എത്ര നീളമുള്ളൂ? 3 ഇഞ്ച്. പക്ഷെ അകത്ത് ആൻഡ്രോയിഡ് ആണ്. പോസ്റ്റ് ചെയ്തടാ. എടുത്തോ? ആ എടുത്തില്ല. ഒന്നോളാം. ഡിലീറ്റ് ചെയ്യണോ? എടുത്തത് മോനെ ആ ഒരു തേജസ് ഓജസ്സുള്ള കണ്ടല്ലേ. അപ്പോൾ നമ്മൾ പ്ലാറ്റിനം മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു ഫുഡ് സ്ട്രീറ്റ് പോലെ കണ്ടു. അപ്പോൾ നമ്മൾ നമ്മളുടെ ലഞ്ച് പ്ലാനിങ്ങിനെ പറ്റി ചിന്തിക്കുകയാണ്. പുഴുവുണ്ട്, പട്ടുനൂൽ പുഴുവുണ്ട്, പൊരിച്ചാടിയുണ്ട്, അങ്ങനെ വിവിധ ഐറ്റംസ്. നമ്മളിവിടെ നിന്നൊരു കടയിൽ നിന്ന് കഴിക്കാനായിട്ട് തീരുമാനിച്ചു. കഴിക്കാനായിട്ട് കയറുകയാണ്. ആദ്യം ചിക്കൻ വന്നിരിക്കുകയാണ്. നമുക്ക് ചിക്കൻ കഴിക്കാം. നാരങ്ങയാണ് വെള്ളരിക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഓത്തൻറ്റിക് ഷവർമ പാഴ്സൽ മേടിച്ചുകൊണ്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. നമ്മളിവിടുത്തെ ദുബായിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് മറ്റേ ഷവർമ, അറേബ്യൻ റെസ്റ്റോറൻറ്റ്സ്. ഇടയ്ക്ക് ഇന്ത്യക്കാരുടെ ശല്യമുണ്ട്.
ഗോട്ട് ദ പാഴ്സലാണ് നമ്മളിന്നെ റൂമിൽ പോയി കഴിക്കൽ. അപ്പോൾ നമ്മൾ റൂം ചെക്ക് ഇൻ ചെയ്ത് അകത്തോട്ട് കയറുകയാണ്. ഓൾറെഡി 2 പേര് കയറിയിട്ടുണ്ട്, ബാക്കി നമ്മൾ കയറുകയാണ്. ഫുഡ് എടുത്ത് ഞങ്ങളുടെ ഫുഡ് എടുത്ത് നമ്മൾ കിട്ടുന്ന സാധനമാണ് ചക്കയെങ്കിൽ ഇവിടെ ഹോട്ടലിൽ അവൈലബിൾ അല്ല. കാരണം എന്താ, ചിലപ്പോൾ ചൊന പറ്റുന്നുണ്ടായിരിക്കും, കറ പറ്റുന്നുണ്ടായിരിക്കും. എല്ലാവരും ഉണ്ടല്ലോ, അടച്ചോ. നമ്മൾ രാവിലെ വന്ന അതേ ഫ്ലാറ്റിൻ്റെ മുകളിലേക്ക് വീണ്ടും വരികയാണ്. അന്നപ്പോൾ നമ്മൾ ആകെ 3 പേര് 4 പേരായിട്ട് ഇറങ്ങിയുള്ളൂ. എല്ലാവരും ഇറങ്ങിയില്ല. ഗ്രൂപ്പിൽ കുറച്ചൊരു ക്ഷീണിച്ച റൂമിരിക്കുന്നു. അപ്പോൾ അമ്മമാരെല്ലാവരുമായിട്ട് ഞങ്ങൾ നടന്ന് തിരിച്ച് അതേ മാളിൽ എത്തിയിരിക്കുകയാണ്. നടന്ന് കാലിൻ്റെ എല്ലാം നട്ടെല്ലാം ഇപ്പോൾ ഊരിപ്പോകും. അപ്പോൾ നമ്മൾ ഈ മാളിൻ്റെ സൈഡിലുള്ള ചെറിയ ചെറിയ കടകളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. What is this? What is this? Chicken. How many in one plate? വേണേ മെനു നോക്കണം. 8 പീസ് 200 പോകാം. 8 പീസ് ഒരെണ്ണം കൂടുതൽ വരും. അത് വീഡിയോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എടുക്കണം. അത് കുഴപ്പമില്ല, നമ്മുടെ സ്നേഹം എല്ലാവർക്കും. 50 രൂപയ്ക്ക് പോകും. പീസായിട്ട് തരുമോ? ചോറിനോട് പറയണോ? എസ്തെറ്റിക് ആയിട്ട് ഒഴിക്കണം. എത്ര ഉള്ളോ? ഞാൻ അങ്ങനെ എസ്തെറ്റിക് ആയിട്ട് ഒഴിക്കുന്നുണ്ട്. അതിൽ എസ്തെറ്റിക്സ് അഞ്ച് കൊടുക്കണം. ഇതിനോടാ പട്ടം വരയ്ക്കും. ചിക്കൻ ഫ്രൈ പറയണോ? അല്ലല്ല, വേറെ എന്തെങ്കിലും പറ. വേറെ ഉണ്ടോ? വേറെ എന്തെങ്കിലും പറയോ? അപ്പോൾ നമ്മൾ അടുത്ത് നടന്ന ഒരു കടയിൽ ഡംപ്ലിങ്സ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തത് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാനായിട്ട് അടുത്ത കട ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 ഓക്കെ. 50 പൈസ. 2 ഓക്കെ. 1 മാംഗോ ജ്യൂസ്, നോട്ട് സ്മൂത്തി. 1 മാംഗോ ജ്യൂസ്, 1 ഓറഞ്ച് ജ്യൂസ്. എങ്ങനെയുണ്ട് സാധനം? ഒരു നല്ല കോമ്പിനേഷനാണ് ഈ മാങ്ങ ഒട്ടിയിരിക്കുന്ന അരി. സംഭവം പൊളിട്ടാ ഇല്ല ചിത്തു കഴിക്ക്. നിന്റെ മുഖം താഴെ കളയല്ലേ. തല കുളിക്കുന്നേ. നമ്മളങ്ങനെ ഡിന്നർ ഏകദേശം പര്യവസാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയാണ്. പുറത്ത് മഴ ചാറുകയാണ്, അതുകൊണ്ട് തന്നെ ഇതിനുള്ള പ്ലാനൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. നമ്മൾ നടന്ന് ഇടയ്ക്ക് കുറച്ച് ഡാർക്ക് സ്ട്രീറ്റുകളിലൂടെയൊക്കെ നടന്ന് അതിനകത്തൊക്കെ കയറി ഒരു വിധത്തിൽ ഇറങ്ങി രക്ഷപ്പെട്ട് നമ്മൾ രക്ഷപ്പെട്ടതൊന്നുമില്ല. നമ്മളൊന്ന് എല്ലാം വളരെ ധൈര്യശൈലികളായതുകൊണ്ട് നമ്മൾ ധൈര്യത്തോടെ മുന്നേറി എല്ലായിടത്തൂടെ വന്നു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരെ നടന്ന് നല്ല ചൂടാണ്, ഭയങ്കര ചൂടാണ്. തിരിച്ച് ഹോട്ടലിലേക്ക് നടക്കുന്നു. റൂമിലോട്ട് നടന്നു വഴി പോകുമ്പോൾ അത് കടയല്ലോ. ഇവിടെ നല്ല ഇഷ്ടംപോലെ ഈ കഞ്ചാവൊക്കെ ഇവിടെ ഭയങ്കര കോമൺ ആണ്. ഒരു പ്രശ്നമൊന്നുമില്ല ഇവിടെ. ഒരു കൗതുകം കൊണ്ട് ആ കടയിലൊന്ന് കയറി നോക്കി കേട്ടോ. പക്ഷേ എന്താ പറയുക, നമ്മളതിനെ പ്രൊമോട്ട് ചെയ്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അതുകൊണ്ട് നമ്മളതൊന്നും പ്രൊമോട്ട് ചെയ്ത് ഇനി അതാരും നമ്മളാരും ചീത്ത വഴിയിലേക്ക് നയിച്ചെന്നാരും പറയരുതല്ലോ.
അപ്പോൾ നമ്മൾ അതുകൊണ്ട് ജസ്റ്റ് അകത്ത് കയറി. നല്ല രസമുണ്ട് കേട്ടോ സെറ്റപ്പ്, കാണാൻ ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇവിടെ എന്തോ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ വേണമെന്നൊക്കെ പറഞ്ഞത്, അത് ഇവരെ തന്നെ കൊടുക്കുന്നുണ്ട് പോലും. ഇവിടെ എന്തോ പുതിയ റൂൾ വന്നു. അപ്പോൾ ആ റൂളിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ എന്താ പറയുക, ഈ സംഭവം എന്താണ് ഈ കഞ്ചാവ് എന്ന് പറഞ്ഞ സാധനം എന്തോ റെഗുലറൈസ്ഡ് ആണ്. സോ അതുകൊണ്ട് ഇവർക്ക് മെഡിക്കൽ പ്രിസ്ക്രിപ്ഷനൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. അതും കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഫേയിൽ തന്നെ അവരെ എഴുതി കൊടുക്കുന്നുണ്ട്. ബ്ലോഗറല്ലേ? അതെ അതെ. അയ്യോ അയ്യോ. ഇപ്പോൾ നമ്മൾ നടന്ന് തിരിച്ച് ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പല പല കടകളിൽ കഴിച്ചായിട്ട് കാണിച്ചെങ്കിലും അതെല്ലാം കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പെട്ടെന്ന് വന്നു. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ദൂരം നടക്കേണ്ടി വന്നു. നടന്ന് കാലിൻ്റെ ഊപ്പാട് വന്നതുകൊണ്ട് തിരിച്ച് റൂമിൽ കയറുക, ഇനി വയ്യ നടക്കാൻ. അപ്പോൾ നമ്മൾ ഇതോടെ റൂമിലോട്ട് കയറുന്നതോടുകൂടി ഇന്നത്തെ ദിവസം ഇവിടെ തീരുന്നു.